ഹരേ കൃഷ്ണ. ശ്രീമദ്ഭാഗവതം ചതുർത്ഥസ്കന്ധം സപ്തദശോധ്യായം. ഇതിൽ 8ാമത്തെ ശ്ലോകം വരെ എടുത്തു. ബാക്കിയുള്ള ഭാഗങ്ങൾ നമുക്ക് കേൾക്കാം. അതുവരെയുള്ള ഭാഗങ്ങൾ നമുക്കൊന്ന് ചൊല്ലി നോക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ്ഭാഗവതേ ചതുർത്ഥസ്കന്ധേ അഥ സപ്തദശോധ്യായഃ. മൈത്രേയ ഉവാച. ഏവം സ ഭഗവാൻ വൈന്യഃ ഖ്യാപിതോ ഗുണകർമ്മഭിഃ ഛന്ദയാമാസ താൻ കാമൈഃ പ്രതിപൂജ്യാഭിനന്ദ്യ ച. ബ്രാഹ്മണപ്രമുഖാൻ വർണ്ണാൻ ഭൃത്യാമാത്യപുരോധസഃ പൗരാൻ ജാനപദാൻ ശ്രേണീ പ്രകൃതി സമപൂജയത്. വിതുര ഉവാച. കസ്മാദ്ദധാരഗോരൂപം ധരിത്രീ ബഹുരൂപിണീ യാം ദുദോഹ പൃഥുസ്തത്ര കോ വത്സോ ദോഹനം ച കിം. പ്രകൃത്യാ വിഷമാ ദേവി കൃതാ തേന സമാകഥം തസ്യ മേധ്യം ഖയം ദേവ കസ്യ ഹേതോരപാഹരത്. സനത്കുമാരാത് ഭഗവതോ ബ്രഹ്മൻ ബ്രഹ്മവിദുത്തമാത് ലബ്ധ്വാ ജ്ഞാനം സവിജ്ഞാനം രാജർഷിക്കാം ഗതിം ഗത. യച്ചാന്യദപി കൃഷ്ണസ്യ ഭവാൻ ഭഗവത പ്രഭോ ശ്രവസ്സു ശ്രവസ പുണ്യം പൂർവദേഹകഥാശ്രയം ഭക്തായ മേനുരക്തായ തവ ചാധോക്ഷജസ്യ ച വക്തുമർഹസി യോ ദുഹ്യദ്വൈന്യരൂപേണ ഗാമിമാം. സൂത ഉവാച. ചോദിതോ വിതരേണൈവം വാസുദേവകഥാം പ്രതി പ്രശസ്യതം പ്രീതമനാ മൈത്രേയ പ്രത്യഭാഷത. അടുത്ത ശ്ലോകമാണ് നമുക്ക് എടുക്കാനുള്ളത്. 9ാമത്തെ ശ്ലോകം. മൈത്രേയ ഉവാച. യദാഭിഷിക്ത പൃഥുരംഗവിപ്രൈരാമന്ത്രിതോ ജനതായാശ്ച പാലഃ പ്രജാനിരന്യേ ക്ഷിതിപൃഷ്ഠ ഏത്യ ക്ഷുൽക്ഷാമദേഹാ പതിമഭ്യവോചൻ. യദാഭിഷിക്ത പൃഥുരംഗവിപ്രൈരാമന്ത്രിതോ ജനതായാശ്ച പാലഃ പ്രജാ നിരന്യേ ക്ഷിതിപൃഷ്ഠ ഏത്യ ക്ഷുൽക്ഷാമദേഹാ പതിമഭ്യവോചൻ. അല്ലയോ പ്രിയപ്പെട്ടവനെ, അംഗ അല്ലയോ പ്രിയപ്പെട്ടവനെ, എപ്പോൾ വിപ്രൈഹി എപ്പോൾ ആ ബ്രാഹ്മണരാൽ ആ പൃഥു അഭിഷേകം ചെയ്യപ്പെട്ടവനായിട്ട് ആ ജനസമൂഹത്തിൻ്റെ രക്ഷിതാവായി നിയോഗിക്കപ്പെടുകയുണ്ടായോ അപ്പോൾ ആ ഭൂതലം ആ ഭക്ഷണ ദൗർലഭ്യത്തിൻ്റെ പിടിയിലായിട്ട് വിശപ്പ് കൊണ്ട് മെലിഞ്ഞവരായിത്തീർന്ന ആ ജനങ്ങൾ രാജാവിനെ സമീപിച്ച് സങ്കടം ഉണർത്തിച്ചു. യഥാ അഭിഷിക്ത എപ്പോഴാണോ അഭിഷിക്തനായത് പൃഥുരംഗവിപ്രൈർ പൃഥു രാജാവ്. അപ്പോൾ ആ പൃഥു മഹാരാജാവിൻ്റെ അടുത്തേക്ക് ആമന്ത്രിതോ ജനതായാശ്ച പാലഃ ആ ജനങ്ങളുടെ പാലകനായിരിക്കുന്ന ആ പാലകനായിട്ട് നിയോഗിക്കപ്പെട്ടു. ആമന്ത്രിതോ ജനതായാശ്ച പാലാഹ വിപ്രന്മാരാൽ അഭിഷേകം കഴിച്ചിട്ട് പൃഥുവിനെ രാജാവാക്കി വാഴിച്ചു. അപ്പോൾ ആ സമയത്ത് തഥാ അപ്പോൾ എന്താ ഉണ്ടായത്? പ്രജാനിരന്യേ ക്ഷിതിപൃഷ്ഠ ഏത്യ ആ ജനങ്ങളെ ആ ഭൂതലം ആ ഭൂമിദേവിയിൽ ഭക്ഷണ ദൗർലഭ്യം ഉണ്ടായത് കാരണം ഭക്ഷണ ദൗർലഭ്യത്തിൻ്റെ പിടിയിലായിട്ട് ക്ഷുൽക്ഷാമദേഹാഹ പതിമഭ്യവോചൻ ഭക്ഷണ ദൗർലഭ്യത്തിൻ്റെ പിടിയിലായിട്ടുള്ള ആ ഭൂമി ദേവി ഭൂമിയിൽ വിശപ്പ് കൊണ്ട് അവരെല്ലാവരും തളർന്നവരായിട്ട് തീർന്നു. അങ്ങനെയുള്ള ആ പ്രജകൾ രാജാവിനെ സമീപിച്ചിട്ട് ഇങ്ങനെ ഭക്ഷണമൊന്നും ലഭിക്കുന്നില്ല എന്നുള്ള ആ സങ്കടത്തെ ഉണർത്തിച്ചു. പതിമഭ്യവോചൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പദങ്ങൾ നോക്കാം നമുക്ക്. ഹേ അംഗ അല്ലയോ പ്രിയപ്പെട്ടവനെ, യഥാ എപ്പോൾ വിപ്രൈഹി ആ ബ്രാഹ്മണരാൽ പൃഥു അഭിഷിക്ത അഭിഷേകം ചെയ്യപ്പെട്ടവനായിട്ട് ജനതായാഹ ജനസമൂഹത്തിൻ്റെ പാലഹ രക്ഷിതാവായിട്ട് ആമന്ത്രിത ച നിയോഗിക്കപ്പെടുകയുണ്ടായോ തഥാ അപ്പോൾ ക്ഷിതിപൃഷ്ഠേ ആ ഭൂതലം നിരന്നേ ഭക്ഷണ ദൗർലഭ്യത്തിൻ്റെ പിടിയിലായിട്ട് ക്ഷുൽക്ഷാമദേഹ വിശപ്പ് കൊണ്ട് തളർന്നവരായിത്തീർന്ന
പ്രജാഹ ആ ജനങ്ങൾ പതിം രാജാവിനെ ഏത്യ സമീപിച്ച് അഭ്യവോചൻ സങ്കടം ഉണർത്തിച്ചു. എന്നുകൂടി പറയാം. ഹേ അംഗ അല്ലയോ പ്രിയപ്പെട്ടവനെ, യഥാ എപ്പോൾ വിപ്രൈഹി ആ ബ്രാഹ്മണരാൽ പൃഥു അഭിഷിക്ത അഭിഷേകം ചെയ്യപ്പെട്ടവനായിട്ട് ജനതായാഹ ആ ജനസമൂഹത്തിൻ്റെ പാലഹ രക്ഷിതാവായിട്ട് ആമന്ത്രിത ച നിയോഗിക്കപ്പെടുകയുണ്ടായോ. തഥാ അപ്പോൾ അക്ഷിതിപൃഷ്ഠേ ഭൂതലം നിരന്നെ ഭക്ഷണ ദൗർലഭ്യത്തിൻ്റെ പിടിയിലായിട്ട് ക്ഷുൽക്ഷാമദേഹ വിശപ്പ് കൊണ്ട് തളർന്നവരായിത്തീർന്ന പ്രജാഹ ആ ജനങ്ങൾ പതിം രാജാവിനെ ഏത്യ സമീപിച്ച് അഭ്യവോചൻ സങ്കടം ഉണർത്തിച്ചു. അതിലത്തെ അന്വയം വന്നിട്ട് ഹേ അംഗ യഥാ വിപ്രൈഹി പൃഥു അഭിഷിക്ത ജനതായാഹ പാലഹ ആമന്ത്രിത ച തദാ ക്ഷിതിപൃഷ്ഠേ നിരന്നേ ക്ഷുൽക്ഷാമദേഹാഃ പ്രജാഃ പതിം ഏത്യ അഭ്യവോചൻ. എന്നുകൂടി പറയാം. ഹേ അംഗ യഥാ വിപ്രൈഹി പൃഥു അഭിഷിക്തഃ ജനതായാഃ പാലഃ ആമന്ത്രിതഃ ച തദാ ക്ഷിതിപൃഷ്ഠേ നിരന്നേ ക്ഷുൽക്ഷാമദേഹാഃ പ്രജാഃ പതിം ഏത്യ അഭ്യവോചൻ. അതായത് അല്ലയോ പ്രിയപ്പെട്ടവനെ, എപ്പോൾ ആ ബ്രാഹ്മണരാൽ പൃഥു അഭിഷേകം ചെയ്യപ്പെട്ടവനായിട്ട് ജനസമൂഹത്തിൻ്റെ രക്ഷിതാവായി നിയോഗിക്കപ്പെടുകയുണ്ടായോ, അപ്പോൾ ആ ഭൂതലം ആ ഭക്ഷണ ദൗർലഭ്യത്തിൻ്റെ പിടിയിലായിട്ട് ആ വിശപ്പ് കൊണ്ട് തളർന്നവരായി തീർന്ന ആ പ്രജകൾ ആ രാജാവിനെ സമീപിച്ചിട്ട് സങ്കടമുണർത്തിച്ചു. അല്ലയോ പ്രിയപ്പെട്ട വിതുര, ഋഷികൾ പൃഥുവിനെ ചക്രവർത്തിയായിട്ട് അഭിഷേകം ചെയ്തു, പ്രജാപാലനത്തിൽ നിയോഗിക്കപ്പെടുകയും ചെയ്തു. അക്കാലത്ത് ഭൂമിയിൽ ദുർഭിക്ഷമായിരുന്നു, ക്ഷാമമുള്ള സമയമായിരുന്നു. അപ്പോൾ അതിനാൽ വിശന്നും ദാഹിച്ചും കൃശഗാത്രരായിരിക്കുന്ന പ്രജകൾ ആ രാജസമീപത്ത് വന്നിട്ട് ഇപ്രകാരം ഉണർത്തിച്ചു. പൃഥുവിനെ ചക്രവർത്തിയായിട്ട് അഭിഷേകം ചെയ്തപ്പോഴാണ് ഓരോ വർഗത്തിൽപ്പെട്ടവർക്ക് അധിപതിമാരെ നിയമിച്ചതെന്ന് ഇതര പുരാണങ്ങളിൽ പറയുന്നു. പൃഥുവിനെ ചക്രവർത്തിയായ അഭിഷേകം ചെയ്തപ്പോഴാണ് ഓരോ വർഗത്തിൽപ്പെട്ടവർക്ക് അധിപതിമാരെ നിശ്ചയിച്ചതെന്ന് ഇതര പുരാണങ്ങളിൽ പറയുന്നു. അപ്പോൾ ഔഷധികൾ, യജ്ഞങ്ങൾ, വ്രതങ്ങൾ, തപസ്, അശ്വിന്യാദി നക്ഷത്രങ്ങൾ, താരങ്ങൾ, പക്ഷികൾ, വൃക്ഷലതാദികൾ ഇവയുടെ അധിപനായിട്ട് ബ്രഹ്മാവ്, ചന്ദ്രനെ ഇവരുടെ അധിപനായിട്ട് ബ്രഹ്മാവ് ചന്ദ്രനെയാണ് നിയോഗിച്ചത്. ഔഷധികൾ, യജ്ഞങ്ങൾ, വ്രതങ്ങൾ, തപസ്, അശ്വിന്യാദി നക്ഷത്രങ്ങൾ, താരങ്ങൾ, പക്ഷികൾ, വൃക്ഷലതാദികൾ ഇവയുടെ അധിപനായിട്ട് ബ്രഹ്മാവ് ചന്ദ്രനെ അവരോധിച്ചു. അപ്രകാരം ജലത്തിൻ്റെ അധിപനായിട്ട് വരുണനെയും ധനാധിപനായിട്ട് വൈശ്രവണനെയും ദ്വാദശാദിത്യന്മാരുടെ അധിപനായിട്ട് വിഷ്ണുവിനെയും വസുക്കളുടെ അധിപതിയായിട്ട് അഗ്നിയെയും പ്രജാപതികളുടെ അധിപനായിട്ട് ദക്ഷനെയും മരുത്തുക്കളടക്കമുള്ള ദേവഗണങ്ങളുടെ അധിപനായിട്ട് ഇന്ദ്രനെയും ദൈത്യദാനവന്മാരുടെ അധിപനായിട്ട് പ്രഹ്ലാദനെയും പിതൃക്കളുടെ അധിപനായിട്ട് യമനെയും ഭൂതപ്രേത പിശാചുക്കളുടെ അധിപനായിട്ട് ശിവനെയും പർവ്വതങ്ങളുടെ അധിപനായിട്ട് ഹിമവാനെയും സരസ്സുകൾ, നദികൾ ഇവയുടെ അധിപതിയായി സമുദ്രത്തെയും ഗന്ധർവ വിദ്യാധര കിന്നരനാദികളുടെ അധിപതിനായിട്ട് ചിത്രരഥനെയും നാഗങ്ങളുടെ അധിപനായിട്ട് വാസുകി തുടങ്ങിയ സർപ്പങ്ങളുടെ അധിപനായിട്ട് തക്ഷകനെയും ദിഗ്ഗജങ്ങളുടെ അധിപനായിട്ട് ഐരാവതത്തെയും പറവകളുടെ അധിപനായിട്ട് ഗരുഡനെയും അശ്വങ്ങളുടെ അധിപനായിട്ട് ഉച്ചൈസ്രവസിനെയും മൃഗങ്ങളുടെ അധിപനായിട്ട് സിംഹത്തെയും പശുവർഗങ്ങളുടെ അധിപനായിട്ട് കാളയെയും വനസ്പതികളുടെ അധിപതിയായിട്ട് ഇത്തിയെയും ബ്രഹ്മാവ് അവരോധിച്ചുവെന്ന് ആ മത്സ്യപുരാണത്തിൽ പറയുന്നുണ്ട്. യഥാഭിഷിക്ത സകലാധിരാജ്യേ പൃഥുർധരിത്ര്യാമധിപോ ബഭൂവ തദൗഷധീനാം അധിപം ചകാര യജ്ഞവ്രതാനാം തപസാം ച ചന്ദ്രം നക്ഷത്രതാരാദ്വിജവൃക്ഷഗുൽമലതാവിതാനസ്യ ച രുക്മഗർഭഃ അപാം അധീശം വരുണം ധനാനാം രാജ്ഞാം പ്രഭും വൈശ്രവണം ച തദ്വത് വിഷ്ണും രവീണാം അധിപം വസൂനാം അഗ്നിം ച ലോകാധിപതിശ്ചകാര പ്രജാപതീനാം അധിപം ച ദക്ഷം ചകാര ശക്രം മരുതാമധീശം ദൈത്യാധിപാനാം അഥ ദാനവാനാം പ്രഹ്ലാദമീശം ച യമം പിതॄണാം
പിശാചരക്ഷ പശുപതിം ഗിരീണാം ഈശം സമുദ്രം സസരിന്നദാനാം ഗന്ധർവവിദ്യാധരകിന്നരാണാമീശം പുനശ്ചിത്രരഥം ചകാര നാഗാധിപം വാസുകി ഉഗ്രവീര്യം സർപ്പാധിപം തക്ഷകമാദിദേശ ദിശാം ഗജാനാം അധിപം രാജാനാമുച്ചൈശ്രവസഃ ചകാര സിംഹം മൃഗാണാം വൃഷഭം ഗവാം ച പ്ലക്ഷം പുനഃ സർവവനസ്പതീനാം പിതാമഹഃ പൂർവമഥാഭ്യഷിഞ്ചെയ്താൻ പുനഃ സർവദിശാധിനാഥാൻ. ഇങ്ങനെ പറയണ്ട. ഇങ്ങനെ പറയുന്ന ആ ദിക്പാലന്മാർ ഇന്ദ്രാദികളല്ല, അവർ ഉപദിക്പാലകന്മാരാണെന്ന് സമർത്ഥിക്കാം. ഇനി പറയാൻ പോകുന്നത് ആ ഗോദോഹനത്തിൽ ഇവരിൽ പലരും വത്സന്മാരായി വരും, പശുക്കുട്ടികളായിട്ട് വരും. ഗീതയിലെയും ഭാഗവതം ഏകാദശത്തിലെയും വിഭൂതിയോഗവുമായിട്ട് ഈ വാക്യങ്ങൾക്ക് ബന്ധമുണ്ട്. പ്ലക്ഷം എന്നതിന് ഇത്തി എന്നാണ് അർത്ഥം. ഇത്തി അറിയാൽ, പേരാൽ എന്നെല്ലാം അർത്ഥമുണ്ട്. മേലെ ഉദ്ധരിച്ചതിൽ ആ രുക്മഗർഭൻ എന്നാൽ ഹിരണ്യഗർഭൻ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിലത്തെ അർത്ഥം ഒന്നുകൂടി നമുക്ക് നോക്കാം. പൃഥു വിപ്രന്മാരാൽ അഭിഷേകം ചെയ്യപ്പെടുകയും പ്രജകളുടെ മുഴുവൻ പാലകനാകുന്നു എന്ന് നിയോഗിക്കപ്പെടുകയും ചെയ്തപ്പോൾ ആ പ്രജകൾ വിശപ്പ് കൊണ്ട് ക്ഷീണിച്ച് തങ്ങളുടെ നാഥനായിരിക്കുന്ന ഇദ്ദേഹത്തെ സമീപിച്ച് പറഞ്ഞു എന്നുള്ളതാണ് ആ ശ്ലോകത്തിൻ്റെ അർത്ഥം വന്നിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ എല്ലാ അംശങ്ങളും ആ പൃഥ്വിമഹാരാജാവിനൊക്കെ അടങ്ങിയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തെ സ്തുതിച്ചു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഗുണങ്ങളും കർമ്മങ്ങളെയൊക്കെ പറ്റി സ്തുതിച്ചു കഴിഞ്ഞപ്പോൾ ബ്രാഹ്മണാദികളായിരിക്കുന്ന 4 ജാതി അത് പറഞ്ഞു. ഇവിടെ പറയുന്നതും ഹേ പൂജ്യനായ വിതുര, ബ്രാഹ്മണർ പൃഥുവിനെ രാജാവായിട്ട് അഭിഷേകം ചെയ്യുകയും അങ്ങുന്നാണ് രാജ്യത്തെ പരിപാലിപ്പാൻ നാഥൻ എന്ന് നിശ്ചയിക്കുകയും ചെയ്ത കാലത്ത് ആ ഭൂതലത്തിൻ്റെ സ്ഥിതി വളരെ കഷ്ടത്തിലായിരുന്നു. രാജ്യത്ത് ക്ഷാമം നിമിത്തം ആഹാരാദി പദാർത്ഥങ്ങൾ ഇല്ലാതിരുന്നതിനാൽ ക്ഷുദ്ബാധയിൽ ജനങ്ങളെല്ലാവരും അത്യന്തം കൃശഗാത്രന്മാരായിരുന്നു. തങ്ങളെ രക്ഷിപ്പാൻ രാജാവിനെ നിശ്ചയിച്ച വിവരം അറിഞ്ഞപ്പോൾ അവരെല്ലാവരും കൂടി സംഘം ചേർന്ന് ആ രക്ഷിതാവിൻ്റെ സന്നിധിയിൽ ചെന്ന് ഇപ്രകാരം പറഞ്ഞു എന്നുള്ളതാണ് പറയുന്നത്. ഇതിലത്തെ ആ വ്യാഖ്യാനം എന്താണെന്ന് നോക്കാം. നമുക്ക് വ്യാഖ്യാനത്തിൽ എന്താ പറയണമെന്ന് നോക്കാം. യഥാ വിപ്രൈർ അഭിഷിക്തഃ പൃഥുസ്തദാ, എപ്പോഴാണോ ആ വിപ്രന്മാരാൽ അഭിഷിക്തനായത്, പൃഥു അഭിഷിക്തനായത്, അപ്പോൾ നിരന്നെ, ആ ഭൂമി ക്ഷാമം, അന്നമില്ലാത്തതുകൊണ്ട് ക്ഷാമത്തിലായിരുന്നു. നിരന്നെ ക്ഷിതിമണ്ഡലെ, ഭൂമി ക്ഷാമത്തിൽ, ഭക്ഷണ ദൗർലഭ്യത്താൽ ക്ഷാമത്തിൽ ഉണ്ടായിരുന്ന സമയം. സതി ക്ഷുക്ഷാമാഹ പ്രജാഹ, അങ്ങനെയുള്ള ആ സമയത്ത് ആ പ്രജകൾ ഏത്യ പൃഥും, ആ പൃഥുവിൻ്റെ അടുത്ത് സമീപിച്ചിട്ട് അദ്ദേഹത്തോട് ജഗദുഹു എന്നാണ് പറഞ്ഞത്. ഒന്നും കൂടി പറയാം. മൈത്രേയ ഉവാച യഥാ വിപ്രൈരഭിഷിക്ത പൃഥുസ്തദാ, എപ്പോഴാണോ ആ വിപ്രന്മാരാൽ അഭിഷിക്തനായുള്ള പൃഥു, അപ്പോൾ നിരന്നെ, ആ ക്ഷിതിമണ്ഡലം ഭക്ഷണ ദൗർലഭ്യം അനുഭവിക്കുന്ന സമയമായിരുന്നു. സതി, അപ്പോൾ അത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രജകൾ ക്ഷുൽക്ഷാമാഹ
ആ ക്ഷാമം അനുഭവിച്ചിരുന്ന ആ പ്രജ ഏത്യപൃഥും ജഗതുഹു, ആ പൃഥുവിൻ്റെ അടുത്ത് സമീപിച്ചിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു, യഥാ വിപ്രൈരഭിഷിക്ത പൃഥുസ്തദാ നിരന്നേ ക്ഷിതിമണ്ഡലേ സതി ക്ഷുൽക്ഷാമാ പ്രജാ ഏത്യ പൃഥും ജഗതു എന്നുള്ളതാണ് അതിൻ്റെ വ്യാഖ്യാനത്തിൽ പറയുന്നത്. ഇപ്പം അടുത്ത ശ്ലോകം 10ാമത്തെ ശ്ലോകം. വയം രാജൻ ജാഠരേണാഭിതപ്താ യഥാഗ്നിനാ കോടരസ്ഥേന വൃക്ഷാ ത്വാമദ്യയാതാ ശരണം ശരണ്യം യഃ സാധിതോ വൃത്തികരപതിർനഃ. വയം രാജൻ ജാഠരേണാഭിതപ്താ യഥാഗ്നിനാ കോടരസ്ഥേന വൃക്ഷാ ത്വാമദ്യയാതാ ശരണം ശരണ്യം യഃ സാധിതോ വൃത്തികരപതിർനഃ. അല്ലയോ രാജാവേ, വയം രാജൻ നഹ ഞങ്ങളുടെ നാഥനായിരിക്കുന്ന യാതൊരു അങ്ങ് ഉപജീവനമാർഗം നൽകുവാൻ നിർദ്ദിഷ്ടനായോ. അപ്പോൾ അവർക്ക് ഈ ഭക്ഷണ ദൗർലഭ്യം കൊണ്ട് ക്ഷാമം അനുഭവിച്ചിരുന്ന അവർക്ക് ഭക്ഷണം കൊടുക്കണം. അപ്പോൾ ആ ഉപജീവനമാർഗം നൽകുവാൻ ആ രാജാവ് നിർദ്ദിഷ്ടനായി. അപ്പോൾ ആ ശരണാർഹനായിരിക്കുന്ന അങ്ങയെ ഞങ്ങൾ ആ രാജാവിന് ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ഇപ്പോൾ വൃക്ഷപ്പൊത്തിലെ കോടരസ്ഥേന അഗ്നിന വൃക്ഷപ്പൊത്തിലെ തീ കൊണ്ട് വൃക്ഷങ്ങൾ എന്ന പോലെ, വൃക്ഷപ്പൊത്തിലെ തീ കൊണ്ട് വൃക്ഷങ്ങൾ എന്ന പോലെ ജാഠരേണ ജഠരാഗ്നിയാൽ അഭിതപ്തമായിട്ട് ആ ജഠരാഗ്നി കൊണ്ട് വിശപ്പ് സഹിക്കവയ്യാതെ വലഞ്ഞ് പൊരിഞ്ഞവരായിത്തീർന്നു. അഭിതപ്ത പൊരിഞ്ഞ അവശരായിട്ട് ശരണം യാതാഹ ശരണം പ്രാപിച്ചവരാണ്. അപ്പോൾ വിശപ്പ് കൊണ്ട് നിവർത്തിയില്ലാതെ അങ്ങേ ശരണം പ്രാപിച്ചവരാണെന്നാണ് പറയുന്നത്. വയം രാജൻ ജാഠരേണാഭിതപ്ത ആ ജഠരാഗ്നി കൊണ്ട് തപ്തമായിരിക്കുന്ന വയറോടുകൂടിയ ഞങ്ങൾ യഥാഗ്നിനാ കോടരസ്ഥേന വൃക്ഷ അഗ്നിയുടെ ആ പൊത്തിൽ വൃക്ഷത്തിൻ്റെ പൊത്തിൽ അഗ്നി എപ്രകാരമാണോ അങ്ങനെ അതിനെ കത്തിക്കൊണ്ടിരിക്കുന്ന അതിൻ്റെ ചൂടുകൊണ്ട് ആ വൃക്ഷം എപ്രകാരം അതുപോലെ തപ്തം ജഠരാഗ്നി കൊണ്ട് തപ്തമായിരിക്കുകയാണ് നമ്മളുടെ ആ ശരീരം. ത്വാമദ്യയാത അങ്ങനെയുള്ള ഞങ്ങൾ അങ്ങേ ശരണം പ്രാപിച്ചു. ശരണം ശരണ്യം യ സാധിതോ വൃത്തികരപതിർനഃ ശരണാർഹനായിട്ട് അങ്ങയെ ആ ഉപജീവനമാർഗം നൽകുവാൻ നിർദ്ദിഷ്ടനായ ഇത് അങ്ങയ്ക്ക് സാധിക്കുന്നതാണ്. സാധിതോ വൃത്തികരപതിർനഃ അതുകൊണ്ടാണ് അങ്ങയെ ആ രാജാവായിട്ട് നിയോഗിക്കപ്പെട്ടത് പറയാണ്. വയം രാജൻ ജാഠരേണാഭിതപ്ത യഥാഗ്നിനാ കോടരസ്ഥേന വൃക്ഷാ ത്വാമദ്യയാതാ ശരണം ശരണ്യം യസ് സാധിതോ വൃത്തികരപതിർനഃ. പദങ്ങൾ ഹേ രാജൻ അല്ലയോ രാജാവേ, നഹ ഞങ്ങളുടെ പതിഹി നാഥനായിരിക്കുന്ന യഹ യാതൊരങ്ങ് വൃത്തികര ഉപജീവനമാർഗം നൽകുവാൻ സാധിത നിർദ്ദിഷ്ടനായോ. സാധിതോ എന്ന് പറഞ്ഞാൽ നിർദ്ദിഷ്ടനായോ, ഉപജീവനമാർഗം നൽകുവാൻ നിർദ്ദിഷ്ടനായോ. ശരണ്യം ശരണാർഹനായിരിക്കുന്ന തം ത്വാം ആ അങ്ങയെ വയം ഞങ്ങൾ അദ്യ ഇപ്പോൾ കോടരസ്ഥേന ആ വൃക്ഷപ്പൊത്തിലെ അഗ്നിന തീ കൊണ്ട് വൃക്ഷാഹ യഥ വൃക്ഷങ്ങൾ എന്ന പോലെ ജാഠരേണ ജഠരാഗ്നിയാൽ അഭിതപ്താഹ പൊരിഞ്ഞ അവസരായിട്ട് ശരണം യാതാഹ ശരണം പ്രാപിച്ചവരാണ്. ഇതാണ് അതിലത്തെ പദങ്ങളുടെ അർത്ഥം. ഒന്നുകൂടി പറയാം. ഹേ രാജൻ അല്ലയോ രാജാവേ, നഹ ഞങ്ങളുടെ പതിഹി നാഥനായ യഹ യാതൊരങ്ങ് വൃത്തികരഹ ഉപജീവനമാർഗം നൽകുവാൻ സാധിത നിർദ്ദിഷ്ടനായോ. ശരണ്യം ശരണാർഹനായിരിക്കുന്ന തം ത്വാം ആ അങ്ങയെ വയം ഞങ്ങൾ അദ്യ ഇപ്പോൾ കോടരസ്ഥേന വൃക്ഷത്തിലെ അഗ്നിന തീ കൊണ്ട് വൃക്ഷാഹ യഥാ വൃക്ഷങ്ങൾ എന്ന പോലെ ജാഠരേണ ജഠരാഗ്നിയാൽ അഭിതപ്താഹ പൊരിഞ്ഞ അവസരായിട്ട് ശരണം യാതാഹ ശരണം പ്രാപിച്ചവരാണ്. അപ്പോൾ ഇതിലത്തെ അന്വയം വന്നിട്ട് നോക്കാം. ഹേ രാജൻ നഹ
പതിഃ യഃ വൃത്തികരഃ സാധിതഃ ശരണ്യം തം ത്വാം വയം അദ്യ കോടരസ്ഥേന അഗ്നിനാ വൃക്ഷാഃ യഥാ ജാഠരേണ അഭിതപ്താഃ ശരണം യാതാഃ. ഹേ രാജൻ, നഃ പതിഃ യഃ വൃത്തികരഃ സാധിതഃ ശരണ്യം തം ത്വാം വയം അദ്യ കോടരസ്ഥേന അഗ്നിനാ വൃക്ഷാഃ യഥാ ജാഠരേണ അഭിതപ്താഃ ശരണം യാതാഃ. അല്ലയോ രാജാവേ, ഞങ്ങളുടെ ആ നാഥനായിരിക്കുന്ന ആ യാതൊരങ്ങ് ഉപജീവനമാർഗം നൽകുവാൻ നിർദ്ദിഷ്ടനായോ? അശരണാർഹനായിരിക്കുന്ന ആ അങ്ങയെ ഞങ്ങളിപ്പോൾ ആ വൃക്ഷപ്പൊത്തിലെ തീ കൊണ്ട് വൃക്ഷങ്ങളെന്ന പോലെ ആ ജഠരാഗ്നിയാൽ പൊരിഞ്ഞ അവശരായിട്ട് ആ ശരണം പ്രാപിച്ചവരാണ്. അപ്പോൾ അല്ലയോ രാജൻ, ഞങ്ങളെല്ലാം ആ കത്തിക്കാളുന്ന ജഠരാഗ്നിയുടെ ജ്വാല കൊണ്ട് വിശപ്പ് കൊണ്ട് തപിക്കപ്പെട്ടവരായിരിക്കുന്നു. പൊത്തിലെ തീയുടെ ഊഷ്മാവ് കൊണ്ട് വലയുന്ന വൃക്ഷങ്ങളുടേതുപോലെയാണ് ഞങ്ങളുടെ അവസ്ഥ. ഞങ്ങളുടെ ഉപജീവനം സുഗമമാക്കാൻ വേണ്ടി സൃഷ്ടിക്കപ്പെട്ടവനും അതേ കാരണത്താൽ ഞങ്ങൾക്കെല്ലാം ആശ്രയഭൂതനുമായിരിക്കുന്ന അങ്ങയെ ഞങ്ങളിതാ ശരണം പ്രാപിക്കുന്നു എന്നുള്ളതാണ് ആ ശ്ലോകത്തിൻ്റെ അർത്ഥം വരുന്നത്. രാജൻ വൃക്ഷങ്ങളുടെ ആ പോടുകളിൽ പിടിച്ച ആ തീ കൊണ്ട് ആ വൃക്ഷങ്ങൾ എന്നോണം ഞങ്ങൾ ആ ജഠരാഗ്നിയാൽ പീഡിതരാണ്. ഉപജീവനം തന്ന് സർവരെയും രക്ഷിക്കാൻ നിർദ്ദിഷ്ടനായിരിക്കുന്ന അങ്ങയെ ഞങ്ങൾ ശരണം പ്രാപിക്കുന്നു. പ്രജകൾ രാജാവിനോട് പറയുന്നതാണ്. പറഞ്ഞതിനെ രണ്ടു പദ്യം കൊണ്ട് കാണിക്കുന്നു. ഹേ രാജൻ, വൃക്ഷത്തിൻ്റെ പൊത്തിൽ കത്തിക്കാളുന്ന തീയിനാൽ ആ വൃക്ഷം എന്ന പോലെ തങ്ങളുടെ ജഠരാന്തർഭാഗത്തിൽ കത്തിജ്വലിക്കുന്ന ആ അഗ്നിയെ ശമിപ്പിക്കുവാനുള്ള ആഹാരം ദ്രവ്യങ്ങളുടെ അഭാവത്താൽ ഞങ്ങളും അത്യന്തം തപിക്കുന്നു. ഭാഗ്യത്താൽ മുനിമാർ അങ്ങയെ ഞങ്ങളെ ചോരാതി ദുഷ്ടന്മാരിൽ നിന്ന് രക്ഷിപ്പാനും ഉപജീവന ദ്രവ്യങ്ങളെ സമ്പാദിച്ചു തന്ന് പോഷിപ്പിക്കുവാനും നാഥനായിട്ട് നിശ്ചയിച്ചിരിക്കുന്നുവല്ലോ. ശരണം പ്രാപിപ്പാൻ യോഗ്യനായ അങ്ങയെ ഞങ്ങളിപ്പോൾ ശരണം പ്രാപിച്ചിരിക്കുന്നു. ഇതിലത്തെ വ്യാഖ്യാനം നമുക്ക് നോക്കാം. ഹേ രാജൻ, അല്ലയോ രാജാവേ, വയം ഞങ്ങൾ ജാഠരാഗ്നിന വിശപ്പ് കൊണ്ട് തപ്താസ്ത്വാം തപ്തന്മാരാണ്, അതുകൊണ്ട് അങ്ങയെ സ്ത്വാം ശരണം യാതാ അങ്ങയെ ശരണം പ്രാപിച്ചിരിക്കുന്നു. അത്രേ പറഞ്ഞുള്ളൂ. ഹേ രാജൻ, വയം ജഠരാഗ്നിന ഞങ്ങൾ ആ ജഠരാഗ്നി കൊണ്ട് തപ്തന്മാരാണ്, അതുകൊണ്ട് സ്ത്വാം അങ്ങയെ ശരണം യാതാ അങ്ങയെ ശരണം പ്രാപിച്ചിരിക്കുന്നു. അപ്പോൾ വ്യാഖ്യാനം, ഹേ രാജൻ, വയം ജാഠരാഗ്നിന തപ്താസ്ത്വാം ശരണം യാതാഹ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്ത ശ്ലോകം നമുക്ക് നോക്കാം. അടുത്ത ശ്ലോകം 11ാമത്തെ ശ്ലോകം. തന്നോ ഭവാനീഹതു രാധവേന്നം ക്ഷുധാർദിതാനാം നരദേവദേവ യാവന്ന നങ്ക്ഷ്യാമഹ ഉജ്ജിതോർജാ വാർത്താപതിസ്ത്വം കില ലോകപാലഃ. തന്നോ ഭവാനീഹതു രാധവേന്നം ക്ഷുധാർദിതാനാം നരദേവദേവ യാവന്ന നങ്ക്ഷ്യാമഹ ഉജ്ജിതോർജാ വാർത്താപതിസ്ത്വം കില ലോകപാലഃ. അല്ലയോ രാജാധിരാജ, നരദേവ, ഹേ നരദേവ, അല്ലയോ രാജാധിരാജ, ആ ലോകരക്ഷകരനായിരിക്കുന്ന അവിടുന്ന് ആ ഉപജീവനം ഉണ്ടാക്കി തരുവാൻ ചുമതലപ്പെട്ടവനാണ്. അപ്പോൾ അതിനാൽ അങ്ങന്ന് ആ വിശന്നവരായിരിക്കുന്ന ഞങ്ങൾക്ക് പട്ടിണിയാൽ ജീവൻ ക്ഷയിക്കാതിരിക്കാൻ ആയിട്ട് അന്നത്തെ തരുവാൻ പരിശ്രമിക്കണം പറയുകയാണ്. തന്നോ ഭവാനീഹതു രാതവേന്നം, അതുകൊണ്ട് ആ ഭവാൻ നമ്മൾക്ക് അന്നം തരുവാൻ രാതവേന്നം ഈഹതു പരിശ്രമിക്കണം. അതാണ് തന്നോ ഭവാനീഹതു രാതവേന്നം ക്ഷുതാർദിതാനാം വിശപ്പ് കൊണ്ട് അവശരായിട്ടുള്ള ഞങ്ങൾക്ക്, അല്ലയോ നരദേവ രാജാധിരാജ,
യാവന്ന നങ്ക്ഷ്യാമഹ ഊർജിതോർജ. അതായത് ഞങ്ങൾക്ക് ആ പട്ടിണിയാൽ ആ ജീവൻ യാവന്ന നങ്ക്ഷ്യാമഹ ആ ജീവൻ ക്ഷയിക്കാതിരിക്കുന്നതിന് മുമ്പ് ആ അന്നം തന്ന് നമ്മളെ രക്ഷിക്കാൻ പരിശ്രമിക്കണം എന്നുള്ളത് പറയുകയാണ്. തന്നോ ഭവാനീഹതുരാതവേന്നം ക്ഷുതാർദിതാനാം നരദേവദേവ യാവന്ന നങ്ക്ഷ്യാമഹ ഊർജിതോർജ വാർത്താപതിസ്ത്വം കില ലോകപാലഃ. അപ്പോൾ ഹേ നരദേവദേവ എന്നാലയോ രാജാധിരാജ, ലോകപാലഃ ലോകരക്ഷകനായിരിക്കുന്ന ത്വം അവിടുന്ന്, വാർത്താപതിഹി കില ഉപജീവനം ഉണ്ടാക്കിത്തരുവാൻ ചുമതലപ്പെട്ടവനാണ്, തൽ അതിനാൽ ഭവാൻ അങ്ങന്ന്, ക്ഷുതിതാർദിതാനാം വിശന്നു വലയുന്നവരായിരിക്കുന്ന നഹ ഞങ്ങൾക്ക്, ഉജ്ജിതോർജ പട്ടിണിയാൽ ജീവൻ, യാവത് ന നക്ഷ്യാമഹേ ക്ഷയിക്കാതിരിക്കുന്നതിനായി മുമ്പ്, അന്നം രാതവേ അന്നം തരുവാൻ ഈഹതു പരിശ്രമിക്കണം. ഒന്നും കൂടി പറയാം. ഹേ നരദേവദേവ അല്ലയോ രാജാധിരാജ, ലോകപാലഃ ലോകരക്ഷകനായിരിക്കുന്ന ത്വം അവിടുന്ന്, വാർത്താപതിക്കില ഉപജീവനം ഉണ്ടാക്കിത്തരുവാൻ ചുമതലപ്പെട്ടവനാണ്, തൽ അതിനാൽ ഭവാൻ അങ്ങന്ന്, ക്ഷുധാർദിതാനാം വിശന്ന അവശരായ നഹ ഞങ്ങൾക്ക്, ഉജ്ജിതോർജാ പട്ടിണിയാൽ ജീവൻ, യാവത് ന നങ്ക്ഷ്യാമഹേ ക്ഷയിക്കാതിരിക്കുന്നതിന് മുമ്പ്, അന്നം രാതവേ അന്നം തരുവാൻ ഈഹതു പരിശ്രമിക്കണം. അപ്പോൾ ഇതിലത്തെ അന്വയം വന്നിട്ട് ഹേ നരദേവദേവാം ലോകപാലഃ ത്വം വാർത്താപതി കില തൽ ഭവാൻ ക്ഷുധാർദിതാനാം നഹ ഉജ്ജിതോർജാ യാവത് ന നങ്ക്ഷ്യാമഹേ അന്നം രാതവേ ഈഹതു. ഒന്നുകൂടി പറയാം. ഹേ നരദേവദേവ ലോകപാലഃ ത്വം വാർത്താപതി കില തത് ഭവാൻ ക്ഷുധാർദിതാനാം തൽ ഭവാൻ ക്ഷുധാർദിതാനാം നഹ ഉജ്ജിതോർജാ ജീവൻ യാവത് ന നങ്ക്ഷ്യാമഹേ അന്നം രാതവേ ഈഹതു. ഒന്നുകൂടി പറയാം. ഹേ നരദേവദേവ ലോകപാലഃ ത്വം വാർത്താപതി കില തത് ഭവാൻ ക്ഷുധാർദിതാനാം നഹ ഉജ്ജിതോർജാ യാവത് ന നങ്ക്ഷ്യാമഹേ അന്നം രാതവേ ഈഹതു. അപ്പോൾ അല്ലയോ രാജാധിരാജ, ലോകരക്ഷകനായിരിക്കുന്ന അവിടുന്ന് ആ ഉപജീവനം ഉണ്ടാക്കിത്തരുവാൻ ചുമതലപ്പെട്ടവനാണ്. അതിനാൽ അങ്ങന്ന് വിശന്ന അവശരായിരിക്കുന്ന ഞങ്ങൾക്ക് ആ പട്ടിണിയാൽ ജീവൻ ക്ഷയിക്കാതിരിക്കുന്നതിന് മുമ്പ് ആ അന്നം തരുവാൻ പരിശ്രമിക്കണം. അല്ലയോ രാജാധിരാജനായുള്ളവനെ, ഞങ്ങളെല്ലാം പട്ടിണി നിമിത്തം നശിച്ചു പോകുന്നതിന് മുമ്പായിട്ട് അങ്ങന്ന് ഞങ്ങൾക്ക് വിശപ്പടക്കാനുള്ള ഉപായത്തെ കണ്ടെത്തേണ്ടിയിരിക്കുന്നു. ഈ ലോകത്തിൻ്റെ പാലകനായ അങ്ങന്ന് തന്നെയാണ് ഞങ്ങൾക്ക് ഉപജീവനമാർഗം നൽകേണ്ടത്. രാജശ്രേഷ്ഠ, അതിനാൽ ഭക്ഷണമില്ലാതെ ഞങ്ങൾ മരിക്കുന്നതിന് മുമ്പ് വിശന്ന് ക്ഷീണിച്ച ഞങ്ങൾക്ക് ഭക്ഷണം തരുവാൻ അങ്ങ് ശ്രമിക്കണം. അതുകൊണ്ട് ഹേ രാജാധിരാജനായുള്ളവനെ, ആഹാരമില്ലാത്തത് കൊണ്ട് ക്ലേശിക്കുന്ന ഞങ്ങൾക്ക് ഉപജീവന ദ്രവ്യത്തെ നൽകുവാൻ അങ്ങൊന്ന് പരിശ്രമിക്കണം. അപ്പോൾ ഇതിലത്തെ വ്യാഖ്യാനം വന്നിട്ട് പറഞ്ഞ എന്താ? വയം ജാഠരാഗ്നിന തപ്താസ്ത്വാം ശരണം യാതാഹ എന്ന് പറഞ്ഞു. നമ്മൾ ജഠരാഗ്നി കൊണ്ട് തപ്തന്മാരായിട്ടാണ് അങ്ങേ ശരണം പ്രാപിച്ചിരിക്കുന്നത്. അതോ ഭവാൻ, അതുകൊണ്ട് ഭവാൻ ക്ഷുധാർത്താനാം അങ്ങനെ വിശന്ന് വലയുന്നവരുടെ നോന്നം ദാതും യത്നം കരോതു നമ്മൾക്ക് അന്നം തരാൻ വേണ്ടിയിട്ട് യത്നം ചെയ്യണം. അതോ ഭവാൻ,
അതുകൊണ്ട് ഭവാൻ അങ്ങ് ക്ഷുധാർത്താനാം വിശന്നു വലയുന്ന നഹ ഞങ്ങൾക്ക് അന്നം അന്നത്തെ ദാതും തരാൻ വേണ്ടിയിട്ട് യത്നം കരോതു യത്നിക്കണം എന്നുള്ളതാണ് അതിലത്തെ വ്യാഖ്യാനം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ വ്യാഖ്യാനം ഒന്നും കൂടി വായിക്കാം. അതോ ഭവാൻ ക്ഷുധാർത്താനാം നോന്നം ദാതും യത്നം കരോതു. ഇത്രേ അത് പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ അടുത്ത ശ്ലോകം നമുക്ക് നോക്കാം. 12ാമത്തെ ശ്ലോകം. മൈത്രേയ ഉവാച പൃഥുപ്രജാനാം കരുണം നിശമ്യ പരിദേവിതം ദീർഘം ദധ്യൗ കുരുശ്രേഷ്ഠനിമിത്തം സോന്വപദ്യത. പൃഥുപ്രജാനാം കരുണം നിശമ്യ പരിദേവിതം ദീർഘം ദധ്യൗ കുരുശ്രേഷ്ഠനിമിത്തം സോന്വപദ്യത. ആ പ്രജകളുടേതായിരിക്കുന്ന ആ കരുണയോടുകൂടിയിരിക്കുന്ന ആ വാക്കുകളെ കേട്ടിട്ട് പൃഥ്വിമഹാരാജാവ് പരിദേവിതം അവരുടെ ആ പരിഭവങ്ങളെ കേട്ടിട്ട് രാജാവ് ദീർഘം ദധ്യൗ വളരെ നേരം ചിന്തിച്ചിട്ട് കുരുശ്രേഷ്ഠ തന്നിമിത്തം അങ്ങനെ ഇതിൻ്റെ കാരണം എന്താണെന്ന് അദ്ദേഹം സോന്വപദ്യത അദ്ദേഹം മനസ്സിലാക്കി. ഇതിന് കാരണം എന്താണെന്നുള്ളത് അദ്ദേഹം മനസ്സിലാക്കി. ഭൂമി ഇത് കൊടുക്കാത്തതിൻ്റെ കാരണം ഭൂമി അന്നം കൊടുക്കാത്തത് എന്താണ് എന്നുള്ളതിൻ്റെ കാരണം മനസ്സിലാക്കിയെന്ന്. ഹേ കുരുശ്രേഷ്ഠ അല്ലയോ കുരുവംശശ്രേഷ്ഠ പ്രജാനാം പ്രജകളുടെ ആ കരുണം ദയനീയമായിരിക്കുന്ന പരിദേവിതം ആ നിലവിളി നിശമ്യ കേട്ടിട്ട് പൃഥുഹു ആ പൃഥുമഹാരാജാവ് ദീർഘം വളരെ നേരം ദധ്യൗ ചിന്തിച്ചു. സഹ നിമിത്തം കാരണമെന്തെന്ന് അന്വപദ്യത മനസ്സിലാക്കി. ഹേ കുരുശ്രേഷ്ഠ അല്ലയോ കുരുവംശശ്രേഷ്ഠ പ്രജാനാം പ്രജകളുടെ കരുണം ദയനീയമായിരിക്കുന്ന പരിദേവിതം ആ നിലവിളി നിശമ്യ കേട്ടിട്ട് പൃഥുമഹാരാജാവ് ദീർഘം വളരെ നേരം ദധ്യൗ ചിന്തിച്ചു. അദ്ദേഹം നിമിത്തം കാരണം എന്തെന്ന് അന്വപദ്യത മനസ്സിലാക്കി. അപ്പോൾ ഹേ കുരുശ്രേഷ്ഠ പ്രജാനാം കരുണം പരിദേവിതം നിശമ്യ പൃഥുഹു ദീർഘം ദധ്യൗ സഹ നിമിത്തം അന്വപദ്യത. എന്നുകൂടി പറയാം. ഹേ കുരുശ്രേഷ്ഠ പ്രജാനാം കരുണം പരിദേവിതം നിശമ്യ പൃഥുഹു ദീർഘം ദധ്യൗ സഹ നിമിത്തം അന്വപദ്യത. അല്ലയോ കുരുവംശശ്രേഷ്ഠ പ്രജകളുടെ ദയനീയമായിരിക്കുന്ന ആ നിലവിളി കേട്ടിട്ട് പൃഥുമഹാരാജാവ് വളരെ നേരം ചിന്തിച്ച് അദ്ദേഹം അതിൻ്റെ കാരണം എന്തെന്ന് മനസ്സിലാക്കിയെടുത്തു. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുക അല്ലയോ കുരുവംശശ്രേഷ്ഠനായിരിക്കുന്ന വിതുര പ്രജകളുടെ ഇപ്രകാരമുള്ള ദയനീയമായ ആ അഭ്യർത്ഥനകൾ ശ്രദ്ധിച്ച പൃഥുമഹാരാജാവ് ഈ അവസ്ഥാവിശേഷം വന്നുപെടാൻ കാരണമെന്തെന്ന് വളരെയധികം ചിന്തിച്ചു. അതെന്തെന്ന് കണ്ടെത്തുകയും ചെയ്തു. കുരുശ്രേഷ്ഠ പൃഥു പ്രജകളുടെ ദയനീയമായ ഈ വിലാപം കേട്ട് ഏറെ നേരം ധ്യാനിച്ചു. അങ്ങനെ അദ്ദേഹം അതിനുള്ള കാരണവും കണ്ടറിഞ്ഞു. അതുകൊണ്ട് കാലതാമസം നേടുന്ന ആ ദ്രവ്യത്തെ നൽകുവാൻ അങ്ങ് പരിശ്രമിക്കണം എന്ന് പറഞ്ഞു. കാലതാമസത്തെ നേരിടുന്ന പക്ഷം ഞങ്ങൾ ക്ഷുൽപീഡിതരായിട്ട് നശിക്കും. ലോകത്തിൽ ആഹാരാദി പദാർത്ഥങ്ങളെ സമ്പാദിച്ചു കൊടുക്കാനുള്ള നാഥനായിരിക്കുന്ന ലോകപാലകൻ ഇപ്പോൾ അങ്ങുന്നാണെന്ന് നിശ്ചയിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നുവല്ലോ. മൈത്രേയൻ പറഞ്ഞു. ഹേ കുരുശ്രേഷ്ഠോത്തമ കുരുകുലോത്തമ പ്രജകളുടെ ദൈന്യാവസ്ഥയെ കാണുകയും അവർ ചെയ്യുന്ന വിലാപത്തെ കേൾക്കുകയും ചെയ്ത പൃഥുമഹാരാജാവ് ഗാഠമായി ആലോചിച്ചപ്പോൾ ഭൂതലത്തിൽ അന്നാഭാവത്തിനുള്ള അതായത് ആഹാരമില്ലാതിരിക്കാനുള്ള കാരണം അദ്ദേഹം ആലോചിച്ചപ്പോൾ അദ്ദേഹം കണ്ടറിഞ്ഞു എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇതിൽ എന്താണ് മൈത്രേയ ഉവാച വ്യാഖ്യാനം. പ്രജാനാം ദീനാം വാചം ശമ്യ പ്രജകളുടെ ഈ ദീനമായിരിക്കുന്ന വാക്കുകളെ കേട്ട് ദീർഘം ദധ്യൗ ആ രാജാവ് വളരെയധികം നേരം ചിന്തിച്ചു. തതസ്താസാം അങ്ങനെ ആ ദുഃഖത്തിനുള്ള നിമിത്തം ജ്ഞാത്വ അതിനെ അറിഞ്ഞു എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഒന്നുകൂടി നോക്കാം. പൃഥുഹു പ്രജാനാം ദീനാം വചം നിശമ്യ പൃഥുമഹാരാജാവ് പ്രജകളുടെ അധീനമായിരിക്കുന്ന വാക്കുകളെ നിശമ്യ കേട്ടിട്ട് ദീർഘം ദധ്യൗ
വളരെ ദീർഘനേരത്തേക്ക് ചിന്തിച്ചു. എന്നിട്ട് തതസ്താസാം, അതിൻ്റെ ഇതെന്തുകൊണ്ടാണെന്നുള്ളതിൻ്റെ ദുഃഖത്തിൻ്റെ നിമിത്തത്തെ ജ്ഞാത്വ, അറിഞ്ഞു എന്നുള്ളതാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ വ്യാഖ്യാനം പൃഥു പ്രജാനാം ദീനാം വചം നിശമ്യ ദീർഘം ദധ്യൗ തതസ്താസാം ദുഃഖനിമിത്തം ജ്ഞാത്വ നിങ്ങൾ വരെ പറഞ്ഞു. അപ്പോൾ അടുത്ത ശ്ലോകം നമുക്ക് നോക്കാം. ഇതി വ്യവസിതോ ബുദ്ധ്യാ പ്രഗൃഹീതശരാസനഃ സന്ദധേ വിശിഖം ഭൂമേഃ ക്രുദ്ധസ്ത്രിപുരഃ യഥാ. ഇതി വ്യവസിതോ ബുദ്ധ്യാ പ്രഗൃഹീതശരാസനഃ സന്ദധേ വിശിഖം ഭൂമേഃ ക്രുദ്ധസ്ത്രിപുരഃ യഥാ. ഇതെന്തെന്ന് ആ ബുദ്ധി കൊണ്ട് ഉറപ്പിച്ച ആ പൃഥു മഹാരാജാവ് ആ ത്രിപുരാസുരഹന്താതാവായിരിക്കുന്ന രുദ്രനെപ്പോലെ എന്നാണ് പറഞ്ഞത്. ഭൂമയെ ക്രുദ്ധസ്ത്രിപുരഃ, ത്രിപുരഹന്താവായിരിക്കുന്ന രുദ്രനെപ്പോലെ ക്രുദ്ധിച്ചു, ആ ഭൂമിയോട് കോപിച്ചു. ഏന്തിപ്പിടിച്ച ഉഗ്രചാപത്തോട് കൂടിയിട്ട് സന്ദധേ വിശിഖം, ഉഗ്രചാപത്തോട് കൂടിയവനായിട്ട് ആ ഭൂമിയുടെ നേർക്ക് വിശിഖം ശരം തൊടുത്തു. ഇതി വ്യവസിതേ ബുദ്ധ്യ, ഇതെന്തെന്ന് ബുദ്ധി കൊണ്ട് ഉറപ്പിക്കപ്പെട്ട പൃഥു മഹാരാജാവ് ത്രിപുരഃ യഥാ, ത്രിപുരഹന്താതാവായിരിക്കുന്ന രുദ്രനെ പോലെ കോപാവേശത്തോട് കൂടിയിട്ട് ക്രുദ്ധനായിട്ട് ഏന്തിപ്പിടിച്ച ആ ഉഗ്രചാപത്തോട് കൂടിയവനായിട്ട് ആ ഭൂമിയുടെ നേർക്ക് ആ ശരം അങ്ങോട്ട് തൊടുത്തു. അപ്പോൾ ഇത് പദങ്ങൾ ഇതെന്തെന്ന് ബുദ്ധി കൊണ്ട് വ്യവസിത ഉറപ്പിച്ച പൃഥു ത്രിപുരഃ യഥാ, ത്രിപുരാസുര ഹന്താവായിരിക്കുന്ന രുദ്രനെപ്പോലെ ക്രുദ്ധ കോപാവേശത്തോടെ പ്രഗൃഹീതശരാസനഃ ഏന്തിപ്പിടിച്ച ഉഗ്രചാപത്തോട് കൂടിയവനായിട്ട് ഭൂമിയുടെ നേർക്ക് വിശിഖം ശരം സന്ദധേ തൊടുത്തു. എന്നുകൂടി പറയാം. ഇതെന്തെന്ന് ബുദ്ധി കൊണ്ട് വ്യവസിത ഉറപ്പിച്ച പൃഥു മഹാരാജാവ് ത്രിപുരഃ യഥാ, ത്രിപുരഹന്താവായിരിക്കുന്ന രുദ്രനെ പോലെ ക്രുദ്ധ കോപഭാവത്തോടെ പ്രഗൃഹീതശരാസന എന്തിപ്പിടിച്ച ഉഗ്രചാപത്തോടു കൂടിയവനായിട്ട് ഭൂമിയുടെ നേർക്ക് വിശിഖം ശരം സന്ദധേ തൊടുത്തു വിട്ടു. അപ്പോൾ തന്വയം വന്നിട്ട് ഇതി ബുദ്ധ്യാ വ്യവസിത പൃഥു ത്രിപുരഃ യഥാ ക്രുദ്ധ പ്രഗൃഹീതശരാസന ഭൂമേഃ വിശിഖം സന്ദധേ. കൂടി പറയാം. ഇതി ബുദ്ധ്യാ വ്യവസിത പൃഥു ത്രിപുരഃ യഥാ ക്രുദ്ധ പ്രഗൃഹീതശരാസന ഭൂമേഃ വിശിഖം സന്ദധേ. ഇതെന്തെന്ന് ആ ബുദ്ധി കൊണ്ട് ഉറപ്പിച്ച ആ പൃഥു മഹാരാജാവ് ത്രിപുരഹന്താവായിരിക്കുന്ന രുദ്രനെ പോലെ കോപാവേശത്തോടുകൂടി ഏന്തിപ്പിടിച്ച ഉഗ്രചാപത്തോടു കൂടിയവനായിട്ട് ഭൂമിയുടെ നേർക്ക് ശരം തൊടുത്തുവിട്ടു. അപ്പോൾ അതെന്തെന്ന് കണ്ടെത്തുകയും ചെയ്തു. ഭൂമിയാണ് ഈ ദുർഭിക്ഷതയ്ക്ക് ഉത്തരവാദി എന്ന് മനസ്സിലാക്കിയിരിക്കുന്ന പൃഥുചക്രവർത്തി ത്രിപുരദഹനത്തിന് ഉദ്യമിച്ച പരമേശ്വരനെ പോലെ കോപാകുലനായിട്ട് ആ ഭൂമിയുടെ നേരെ അസ്ത്രം പ്രയോഗിക്കാൻ ഒരുങ്ങി. അദ്ദേഹം ആ ഭൂമി കുറ്റം ചെയ്തവളെന്ന് കണ്ട് കയ്യിൽ വില്ലെടുത്ത് ആ ത്രിപുരാന്തകൻ എന്നോണം അതിക്രുദ്ധനായിട്ട് അസ്ത്രം തൊടുത്തു. കർത്തവ്യം ഇന്നതെന്ന് മനസ്സാ നിശ്ചയിച്ചിട്ട് വില്ലെടുത്ത് പിടിച്ച് ക്രോധത്തെ ബാഹ്യത്തിൽ പ്രകാശിപ്പിച്ച് ആ ത്രിപുരന്മാരുടെ നേരെ ക്രോധിച്ച ശിവനെ എന്ന പോലെ ആ ഭൂമിയുടെ നേരെ ബാണം തൊടുത്തു എന്നുള്ളതാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ വ്യാഖ്യാനത്തിൽ പറഞ്ഞിരിക്കുന്നത് എന്താ നോക്കാം. ജ്ഞാത്വ ക്രുദ്ധോ ഭൂമിം ഹന്തും, അങ്ങനെ ആ ഇതിൻ്റെ കാരണം ദുഃഖനിമിത്തത്തിൻ്റെ കാരണം മനസ്സിലായിട്ടുള്ള ആ അദ്ദേഹം ക്രുദ്ധോ ഭൂമിം ഹന്തും, ക്രുദ്ധനായിട്ട് ഭൂമിയെ കൊല്ലാനായിട്ട് ധനുഷി ബാണം സന്ദധേ, ധനുസിനോട് ചേർന്ന് ആ ശരത്തെ അയച്ചു. അപ്പോൾ ജ്ഞാത്വ ക്രുദ്ധോ ഭൂമിം ഹന്തും ധനുഷി ബാണം സന്ദധേ, അങ്ങനെ ആ ക്രുദ്ധനായിട്ട് ഭൂമിയെ ഹനിക്കാനായിട്ട് ധനുസ്സെടുത്തിട്ട് ബാണം സന്ദധേ ശരത്തെ അയച്ചു. അപ്പോൾ തതസ്താസാം ദുഃഖനിമിത്തം ജ്ഞാത്വ ക്രുദ്ധോ ഭൂമിം ഹന്തും ധനുഷി ബാണം സന്ദധേ ആണ് ഇതിനർത്ഥമായിട്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ
ഈ മേലെ ആ 3-ാം ശ്ലോകത്തിലെ കസ്മാത് ദധാര ഗോരൂപം ധരിത്രി ബഹുരൂപിണി എന്ന ആ വിതുര പ്രശ്നത്തിന് ഉത്തരമായാണ് ഇനി ഇത് തുടങ്ങിയിട്ടുള്ള കുറേ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഉത്തരങ്ങളാണ് ഇതിൽ പറയണത്. 14 തൊട്ടിട്ട് പ്രവേപമാനാധരണീ നിശാമ്യോദായുധം ചത്തം ഗൗഹു സത്യപാദ്രവദ്ഭീത മൃഗീവ മൃഗയുദ്ധൃത പ്രവേപമാനാധരണീ നിശാമ്യോദായുധം ചതം ഗൗഹു സത്യപാദ്രവദ്ഭീത മൃഗീവ മൃഗയുദ്ധൃത പ്രവേപമാനാധരണീ നിശാമ്യോദായുധം ചതം ഗൗഹു സത്യപാദ്രവദ്ഭീത മൃഗീവ മൃഗയുദ്ധൃത. ആ ആയുധധാരിയായിരിക്കുന്ന അദ്ദേഹത്തെ കണ്ടിട്ട് ആ ഭൂമിയും വിറങ്ങലിച്ച് അടിച്ചുകൊണ്ട് ഗോരൂപിണിയായിട്ട് ആ വേടനാൽ പിന്തുടരപ്പെട്ട ആ മൃഗം മാൻപേടയെ എന്ന പോലെ ഭീതയായിട്ട് പലായനം ചെയ്തു. അപ്പോൾ ഉദായുധം ആയുധധാരിയായിരിക്കുന്ന ആ അദ്ദേഹത്തെ കണ്ടിട്ട് പ്രവേപമാനാധരണി ആ വിറങ്ങലടിച്ചുകൊണ്ട് ആ ഭൂമിദേവി നിശാമ്യോദായുധം ചതം ആ അദ്ദേഹത്തെ ആയുധധാരിയായിട്ട് കണ്ടിട്ട് പൃഥ്വിരാജാവിന് ഗൗ സത്യപാദ്രവദ്ഭീത ഗോരൂപിണിയായിട്ട് സത്യപാദ്രവദ്ഭീത മൃഗീവ മൃഗയുദ്ധൃത എന്ന വേടനാൽ പിന്തുടരപ്പെട്ട മൃഗീ ഇവ മാൻപേട പോലെ ഭീതയായിട്ട് അപാദ്രവത് പലായനം ചെയ്തു, ഓടി എന്നുള്ളതാണ് പറഞ്ഞത്. അപ്പോൾ ഇതിലത്തെ പദങ്ങൾ നോക്കാം. ഉദായുധം ആയുധധാരിയായ തം നിശാമ്യ അദ്ദേഹത്തെ കണ്ടിട്ട് ധരണീച്ച ആ ഭൂമിയും പ്രവേപമാന വിറങ്ങലടിച്ചുകൊണ്ട് ഗൗഹു സതി ഗോരൂപിണിയായിട്ട് മൃഗയുദ്ധൃത വേടനാൽ പിന്തുടരപ്പെട്ടു മൃഗീ ഇവ മാൻപേടയെപ്പോലെ ഭീതയായിട്ട് അപാദ്രവത് പലായനം ചെയ്തു. എന്നുകൂടി പറയാം. ഉദായുധം ആയുധധാരിയായിരിക്കുന്ന തം നിശാമ്യ ആ പൃഥ്വിരാജാവിനെ കണ്ട് ധരണീച്ച ആ ഭൂമിദേവി പ്രവേപമാന വിറങ്ങലിൽ അടിച്ചുകൊണ്ട് ഗൗഹുസതി ആ ഗോരൂപിണിയായിട്ട് മൃഗയുദ്ധൃത വേടനെ പിന്തുടരപ്പെട്ട മൃഗീ ഇവ മാൻപേടയെപ്പോലെ ഭീതയായിട്ട് അപാദ്രവത് പലായനം ചെയ്തു. അപ്പോൾ അതിലത്തെ അന്വയം വന്നിട്ട് ഉദായുധം തം നിശാമ്യ ധരണി പ്രവേപമാന ഗൗഹുസതി മൃഗയുദ്ധൃത മൃഗീ ഇവ ഭീത അപാദ്രവത്. എന്നുകൂടി പറയാം. ഉദായുധം തം നിശാമ്യ ധരണി ച പ്രവേപമാന ഗൗഹുസതി മൃഗയുദ്ധൃത മൃഗീ ഇവ ഭീത അപാദ്രവത്. ആയുധധാരിയായിരിക്കുന്ന അദ്ദേഹത്തെ കണ്ടിട്ട് ആ ഭൂമിദേവി വിറങ്ങലടിച്ചുകൊണ്ട് ആ ഗോരൂപിണിയായിട്ട് വേടനാൽ പിന്തുടരപ്പെട്ട മാൻപേടയെപ്പോലെ ഭീതയായിട്ട് പലായനം ചെയ്തു. തൻ്റെ നേർക്ക് അസ്ത്രം തൊടുത്തു നിൽക്കുന്ന അദ്ദേഹത്തെ കണ്ട് ഭൂമിദേവി ഭയചകിതയായി ഒരു ഗോരൂപം ധരിച്ച് കാട്ടാളനാൽ അനുഗമിക്കപ്പെട്ട മാൻപേടയെ എന്ന പോലെ പലായനം ചെയ്തു. അസ്ത്രം തൊടുത്തു നിൽക്കുന്ന അദ്ദേഹത്തെ കണ്ടിട്ട് ഭൂമിദേവി ഭയന്ന് പശുവിൻ്റെ രൂപമെടുത്ത് കാട്ടാളനാൽ അനുഗമിക്കപ്പെടുന്ന മാൻപേടയെപ്പോലെ ഓടി. ആയുധം എടുത്തു പിടിച്ചിരിക്കുന്ന രാജാവിനെ കണ്ടപ്പോൾ ഭൂമിദേവിയുടെ സർവാംഗവും വിറച്ചു. വേടനാൽ ഓടിക്കപ്പെടുന്ന മാൻപേട എന്ന പോലെ ഭയപ്പെട്ടിരിക്കുന്ന ഭൂമി ആ ധർമാത്മാവായ മഹാരാജാവ് ഗോവിനെ സംഹരിക്കുക ഇല്ലെന്നുള്ള വിശ്വാസത്താൽ ഗോരൂപത്തെ എടുത്തു പറഞ്ഞു. ബഹുരൂപം ധരിപ്പാൻ ശക്തയായ ഭൂമിയുടെ ഗോരൂപ ധാരണ കാരണം ഇതാണെന്ന് ഈ ആദ്യത്തെ ചോദ്യത്തിന് ഉത്തരമാണ് ഇവിടെ പറഞ്ഞത്. എന്തുകൊണ്ടാണ് ഗോരൂപം ധരിച്ചത് എന്നുള്ളതിൻ്റെ ഉത്തരമാണ്. ആയുധം എടുത്ത് പിടിച്ചിരിക്കുന്ന രാജാവിനെ കണ്ടപ്പോൾ ഭൂമിദേവിയുടെ സർവാംഗവും വിറച്ചു. വേടനാൽ ഓടിക്കപ്പെടുന്ന മാൻപേട എന്ന പോലെ ഭയപ്പെട്ടിരിക്കുന്ന ഭൂമി ആ ധർമാത്മാവായ മഹാരാജാവ് ഗോവിനെ സംഹരിക്കുകയില്ലെന്നുള്ള ആ വിശ്വാസത്താൽ ആ ഗോരൂപം ധരിക്കാൻ ശക്തമായിരിക്കുന്ന ഭൂമിദേവി ആ ഗോരൂപധാരണം ചെയ്തു. അതിന് കാരണം ഇതാണ് എന്ന് ആദ്യത്തെ ചോദ്യത്തിന് ഉത്തരമായിട്ട് ഇവിടെ പറയുകയാണ്. അപ്പോൾ ഇതിലത്തെ വ്യാഖ്യാനം വന്നിട്ട് നോക്കാം.
തഥാ കമ്പമാന വിറച്ചു. അത് ശരം തൊടുത്തു വിട്ടപ്പോൾ ഭൂമിദേവി വിറച്ചു. കമ്പമാന ഗോരൂപ ഗോരൂപം ധരിച്ച പൃഥ്വി ധൃതായുധം പൃഥും ദൃഷ്ട്വാ ഭീത ആയുധം ധരിച്ചിരിക്കുന്ന പൃഥുവിനെ കണ്ട് ഭീതയായിട്ട് പലായാമാസ ഓടിപ്പോയി എന്നാണ് പറയുന്നത്. തഥാ കമ്പമാന ഗോരൂപ പൃഥ്വി അപ്പോൾ ആ ഗോരൂപം ധരിച്ച പൃഥ്വി ധൃതായുധം പൃഥും ദൃഷ്ട്വ ആ ആയുധം ധരിച്ചിരിക്കുന്ന പൃഥുവിനെ കണ്ടിട്ട് കമ്പമാന വിറച്ച് ഭീതാ പലായാമാസ ഭീതയായിട്ട് അവിടെ നിന്നും ഓടി രക്ഷപ്പെട്ടു. തഥാ കമ്പമാന ഗോരൂപ പൃഥ്വി ധൃതായുധം പൃഥും ദൃഷ്ട്വ ഭീത പലായാമാസ എന്നുള്ളതാണ് അതിലത്തെ വ്യാഖ്യാനം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അടുത്ത ശ്ലോകം നമുക്ക് നോക്കാം. താമന്വധാവത് തദ്വൈന്യ കുപിതോത്യരുണേക്ഷണ ശരം ധനുഷി സന്ധായ യത്ര യത്ര പലായതേ താമന്വധാവത് തദ്വൈന്യ. അപ്പോൾ ഒന്നതിൻ്റെ പിന്നാലെ ആ പൃഥ്വിമഹാരാജാവും പോയി. കുപിതോത്യരുണേക്ഷണ കുപിതനായിട്ട് ചുവന്ന കണ്ണുകളോട് കൂടിയിരിക്കുന്ന അദ്ദേഹം ആ ശരം ധനുഷി സന്ധായ വില്ലും അമ്പും ഒക്കെ ആയിട്ട് ആ ശരം അയച്ചുകൊണ്ട് എത്ര പലായത് എവിടെയൊക്കെയാണോ അത് പലായനം ചെയ്ത് അവിടേക്കൊക്കെ പിന്നാലെ ഓടി എന്നുള്ളതാണ് പറയുന്നത്. താമന്വധാവത്വദ്വൈന്യക്കുപിതോത്യരുണേക്ഷണ ശരം ധനുഷി സന്ധായ എത്ര പലായതേ. അപ്പോൾ വൈന്യ ആ പൃഥ്വിമഹാരാജാവ് കുപിതനും അത്യരുണേക്ഷണ അത്യരുണേക്ഷണ എന്ന് വല്ലാതെ തുടുത്ത ചുവന്ന കണ്ണിണയോട് കൂടിയവനായിട്ട് ധനുഷി ആ വില്ലിൽ ശരം സന്ധായ ശരവും തൊടുത്തുകൊണ്ട് എത്ര ഭൂമിദേവി എവിടെയൊക്കെയോ പലായതേ ഓടിപ്പോകുന്നുവോ തത് എവിടെയെല്ലാം താം അവളെ അന്വധാവത് പിന്തുടർന്നു എന്നാണ് പറയുന്നത്. ഒന്നും കൂടി പറയാം. വൈന്യ ആ പൃഥ്വിമഹാരാജാവ് കുപിതനും അത്യരുണേക്ഷണ വല്ലാതെ തൊടുത്ത ആ കണ്ണിണയോട് കൂടിയവനും ചുവന്ന കണ്ണുകളോട് കൂടിയവനും ആയിട്ട് തീർന്നിട്ട് ധനുഷി വില്ലിൽ ശരം സന്ധായ ശരവും തൊടുത്തു. എത്ര ഭൂമിദേവി എവിടേക്കൊക്കെയോ പലായതെ ഓടിപ്പോകുന്നുവോ അവിടേക്കൊക്കെ അവിടെയെല്ലാം താം അവളെ അന്വധാവത് ആ പൃഥ്വിമഹാരാജാവും ഈ വില്ലും അമ്പും ഒക്കെ എടുത്തിട്ട് ശരം തൊടുത്തുകൊണ്ട് അവരെ ഭൂമിദേവിയെ പിന്തുടർന്നു എന്നുള്ളതാണ് പറയുന്നത്. അപ്പം തന്വയം വന്നിട്ട് വൈന്യ കുപിത അത്യരുണേക്ഷണ ധനുഷി ശരം സന്ധായ എത്ര പലായത്തെ തത് താം അന്വധാവത്. വൈന്യ കുപിത അത്യരുണേക്ഷണ ധനുഷി ശരം സന്ധായ എത്ര പലായത്തെ തത് താം അന്വധാവത്. പൃഥു കുപിത അപ്പോൾ പൃഥു കുപിതനും വല്ലാതെ തൊടുത്ത കണ്ണുകളോട് കൂടിയവനും ആയിട്ട് ആ വില്ലിൽ ശരം തൊടുത്ത് ആ ഭൂമിദേവി എവിടെയൊക്കെയോ ഓടിപ്പോകുന്നുവോ അവിടെയെല്ലാം അവളെ പിന്തുടർന്നു. അപ്പോൾ ആ വേനപുത്രൻ കോപം നിമിത്തം ചുവന്ന കണ്ണുകളോട് കൂടിയവനായിട്ട് അസ്ത്രം വില്ലിന്മേൽ തൊടുത്തു നിർത്തിക്കൊണ്ട് ഭൂമി ഓടുന്ന വഴിക്ക് അവളെ പിന്തുടർന്ന് ഓടി. എങ്ങോട്ടെല്ലാം ഭൂമി ഓടിയോ അങ്ങോട്ടെല്ലാം ആ പൃഥു ക്രുദ്ധനും തുടുത്ത കണ്ണുകളോട് കൂടിയവനുമായിട്ട് വില്ലിൽ അസ്ത്രം തൊടുത്ത് അവളെ അനുഗമിച്ചു. അപ്പോൾ ബാഹ്യമായിട്ട് കോപത്തെ പ്രകാശിപ്പിച്ചും അതിൻ്റെ ആ സൂചകമായിട്ട് ഏറ്റവും ചുവന്നിരിക്കുന്ന കണ്ണുകളോടുകൂടിയും ഇരിക്കുന്ന പൃഥ്വിമഹാരാജാവ് ഗോരൂപം ധരിച്ചിരിക്കുന്ന ഭൂമിദേവി ഏതേത് ഭാഗത്തേക്ക് പോകുന്നുവോ അവിടെയെല്ലാം വില്ലിൽ ബാണം യോജിപ്പിച്ചുകൊണ്ട് പിന്നാലെ പാഞ്ഞുകൊണ്ടിരുന്നു. അപ്പോൾ ഇതിലത്തെ വ്യാഖ്യാനം നോക്കാം. രക്തലോചന ചുവന്ന കണ്ണുകളോടുകൂടിയ പൃഥുര്യത്ര പൃഥ്വിമഹാരാജാവ് എത്ര സാ പലായത് എവിടെയൊക്കെ ആണോ ആ ഭൂമിദേവി പലായനം ചെയ്തത് തത്ര എവിടെയൊക്കെ താം അന്വധാവൽ ആ ഭൂമിയെ പിന്തുടർന്നു.
രക്തലോചന, രക്തലോചനായിരിക്കുന്ന ആ പൃഥുമഹാരാജാവ് എത്രയെത്ര സാ, എവിടെ എവിടെ സാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂമിദേവി പലായതേ പലായനം ചെയ്തുവോ തത്ര തത്ര അവിടെ അവിടെ താമന്വധാവൽ അവളെ പിന്തുടർന്നുകൊണ്ടിരുന്നു. രക്തലോചന പൃഥുർ എത്രയെത്ര സാ പലായത്തെ തത്ര തത്ര താം അന്വധാവത് എന്നാണ് ആ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അടുത്ത ശ്ലോകം സാ ദിശോ വിദിശോ ദേവീ രോദസീ ചാന്തരം തയോ ധാവന്തി തത്ര തത്രൈനം ദദർശാനൂദ്യതായുധം. സാ ദിശോ വിദിശോ ദേവീ രോദസീ ചാന്തരം തയോ ധാവന്തി തത്ര തത്രൈനം ദദർശാനൂദ്യതായുധം. അപ്പോൾ ദിക്കുകളിലും ദിക്കുകളുടെ കോണുകളിലും ദിശോ വിദിശോ ദേവി രോദസി, ദിക്കുകളുടെ കോണുകളിലും രോദസി കരഞ്ഞുകൊണ്ട് ഭൂമിയിലും അന്തരീക്ഷത്തിലും അവയുടെ മധ്യഭാഗത്തും എല്ലാം ആ ഭൂമിദേവി ധാവന്തി ഓടിയകന്നു. തത്ര തത്ര അവിടെയെല്ലാം തന്നെ പിന്നാലെ ഉദ്യത ആയുധവും എടുത്തു വരുന്ന ഇദ്ദേഹത്തെ കണ്ടു. അപ്പോൾ ദിശ ദിക്കുകളിലും വിദിശ ദിക്കുകളുടെ കോണുകളിലും രോദസി ഭൂമിയിലും അന്തരീക്ഷത്തിലും തയോഹോ അവയുടെ അന്തരം ച മധ്യഭാഗത്തും എല്ലാം സാ ദേവി ആ ഭൂമിദേവി ധാവന്തി ഓടിയകന്നു. എങ്കിലും തത്ര തത്ര അവിടവിടെയെല്ലാം പിന്നാലെ ആയുധവും എടുത്തു വരുന്ന ഏനം ഇദ്ദേഹത്തെ ദദർശ കണ്ടു. ഒന്നുകൂടി പറയാം. ദിശ ദിക്കുകളിലും വിദിശ ദിക്കുകളുടെ കോണുകളിലും സാ ദിശോ വിദിശോ ദേവി രോദസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂമിയിലും അന്തരീക്ഷത്തിലും ചാന്തരം തയോഹോ അന്തരീക്ഷത്തിലും ഭൂമിയിലും അവയുടെ മധ്യത്തിലും എന്നർത്ഥം. ചാന്തരം തയോഹോ മധ്യത്തിലും ഒക്കെ സാ ദേവി ആ ഗോരൂപിണി ആയ ഭൂമിദേവി ധാവന്തി ഓടി അകന്നു. ചാന്തരം ധാവന്തി തത്ര തത്രൈനം അവിടെയൊക്കെ എല്ലാം തത്രൈനം അനുധാവന്തി പിന്നാലെ തത്രൈനം പിന്നാലെ ഉദ്യതായുധാഹ ആയുധം എടുത്തുവെന്ന് വരുന്ന ആ ഇദ്ദേഹത്തെ ദദർശ കണ്ടു. ദദർശാനുദ്യതായുധം ഭൂമിദേവി അവിടെയൊക്കെ ആ പൃഥുമഹാരാജാവിന് ആയുധം എടുത്തു വരുന്നതായിട്ട് കണ്ടു എന്നർത്ഥം. അപ്പോൾ ഈ തന്വയം വന്നിട്ട് ദിശ വിദിശ രോദസി തയോഹോ അന്തരം ച സാ ദേവി ധാവന്തി തത്ര തത്ര ഉദ്യതായുധം ഏനം ദദർശ. ഒന്നുകൂടി പറയാം. ദിശ വിദിശ രോദസി തയോഹോ അന്തരം ച സാ ദേവി ധാവന്തി തത്ര തത്ര ഉദ്യതായുധം ഏനം ദദർശ. ദിക്കുകളിലും ദിക്കുകളുടെ കോണുകളിലും ഭൂമിയിലും അന്തരീക്ഷത്തിലും അവയുടെ ആ മധ്യഭാഗത്തും എല്ലാം ആ ഭൂമിദേവി ഓടിയകന്നുവെങ്കിലും അവിടെയെല്ലാം ആ പിന്നാലെ ആ ആയുധവും എടുത്തു പിടിച്ച് ആ വരുന്ന ആ പൃഥുമഹാരാജാവിനെ കണ്ടു. അപ്പോൾ വേനൻ്റെ ആ ക്രൂര സ്വഭാവം പൃഥുവിൽ പ്രകടമായെന്ന് കാണിപ്പാനാണ് വൈന്യ എന്ന് പറയുന്നത്, വേനപുത്രൻ എന്ന് പ്രയോഗിച്ചത്. ഭൂമിദേവി 4 ദിക്കുകളിലേക്കും 4 മുക്കുകളിലേക്കും ഭൂമിയിലും സ്വർഗത്തിലും അവയ്ക്കിടയിലുള്ള അന്തരീക്ഷത്തിലും എല്ലാം ഓടി. എവിടെ ചെന്നാലും പുറകെ അസ്ത്രം തൊടുത്തുകൊണ്ട് പൃഥുവും ഉണ്ട്. ആ ദേവി 10 ദിക്കിലും ഭൂമിയിലും സ്വർഗത്തിലും അന്തരീക്ഷത്തിലും എവിടെയൊക്കെ ഓടിയോ അവിടെയൊക്കെ എല്ലാം തൻ്റെ പിന്നാലെ അസ്ത്രവുമായിട്ട് വരുന്ന ആ പൃഥു മഹാരാജാവിനെ കണ്ടു. എല്ലാ ദിക്കിലും എത്രയും വേഗത്തിൽ സഞ്ചരിപ്പാൻ സാധിക്കുന്ന ആ ഭൂമിദേവിയാകുന്ന ഗോവ് പ്രധാനങ്ങളായിരിക്കുന്ന 4 ദിക്കുകളിലും അഗ്നിയാദികളായിരിക്കുന്ന 4 കോണുകളിലും ഭൂമിയിൽ എങ്ങും സ്വർഗത്തിലും അത് രണ്ടിൻ്റെയും ഇടയിലുള്ള അന്തരീക്ഷത്തിലും സഞ്ചരിച്ചു. അവിടെയെല്ലാം പിന്നാലെ ആയുധം ധരിച്ചിരിക്കുന്ന രാജാവ് സഞ്ചരിക്കുന്നതായിട്ട് കണ്ടു. അപ്പോൾ ഇതിലത്തെ വ്യാഖ്യാനം വന്നിട്ട്
സാ ത്രൈലോക്യം ഭ്രാന്ത്വ ആ ത്രൈലോക്യം മുഴുവൻ അങ്ങനെ ഓടുന്ന തത്ര ആ ഭൂമിയുടെ പൃഷ്ഠതോ മുന്നിലായിട്ട് വൈന്യം ദദർശ ആ പൃഥ്വിരാജാവിനെയും ആയുധം എടുത്തുകൊണ്ട് കാണപ്പെട്ടു എന്നർത്ഥം. സാ ത്രൈലോക്യം ഭ്രാന്ത്വ ത്രിലോകത്തിലും അങ്ങനെ ഭ്രാന്തമായിട്ട് ഓടുന്ന ആ ഭൂമിദേവി തത്ര എവിടേക്കൊക്കെയാണോ ഓടിയത് അവിടെയൊക്കെ പൃഷ്ഠതോ മുമ്പിലായിട്ട് വൈന്യം ആ പൃഥുവിനെ വേനൻ്റെ പുത്രനെ ദദർശ കണ്ടു. അപ്പോൾ അതിലത്തെ വ്യാഖ്യാനം സാ ത്രൈലോക്യം ഭ്രാന്ത്വ തത്ര പൃഷ്ഠതോ വൈന്യം ദദർശ എന്നുള്ളതാണ് ആ ശ്ലോകത്തിൻ്റെ അർത്ഥമായിട്ട് അത്ര. സാദിശോ വിദിശോ ദേവീ രോദസി ചാന്തരം തയോഹോ ധാവന്തി തത്രൈനം ദദർശാനുദ്യതായുധം. ബാക്കിയുള്ളത് അടുത്ത ക്ലാസ്സിലെടുക്കാം. ഹരേ കൃഷ്ണ.